ഉറപ്പായിട്ടും അടുത്ത ലക്ഷ്യം ഗിന്നസ് തന്നെയാണ്. കൂടെ ഉള്ള ആളുടെ 80 kg 160 kg ആയിരിക്കും ഒറ്റയടിക്ക് താഴോട്ട് പോകുന്നത്. പിന്നെ പാരച്യൂട്ടിൻ്റെ ഒരു 15 കിലോ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 100 കിലോയ്ക്ക് അടുത്ത് താഴോട്ടിട്ട് എങ്ങനെയാണോ അതേ ഫോഴ്സിൽ നമ്മൾ താഴോട്ട് പോകും. സോ നമുക്ക് കണ്ണുപോലെ തുറക്കാനുള്ളൊരു അവസരം കിട്ടില്ല അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാജിക്ക് ചെയ്യണം എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് പിടിച്ചു. ഇനി എന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ 48 കൺട്രീസിൽ നിന്ന് ഒരാൾ വരണം. ഈ വിമാനത്തിൽ നിന്നും ചാടി ഇതേ പാറ്റേണിലാണ്. ആക്ച്വലി വിമാനത്തിൽ നമ്മൾ താഴെ എത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു 15 മിനിറ്റ് എടുക്കും. നമ്മൾ ഫ്രീ ഫോളിലൊരു 3 മാജിക്കും അത് കഴിഞ്ഞ് പാരച്യൂട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള മാജിക്കുകൾ ടോട്ടൽ അങ്ങനെ എനിക്ക് 13 മാജിക്കാണ് ചെയ്യേണ്ടത്. ബാക്കി 10 മാജിക്ക് പാരച്യൂട്ട് വന്നതിന് ശേഷം ചെയ്യാനുള്ള പ്ലാനാണ്. ഇനി വരാൻ പോകുന്നത് ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി അത് ലോകം കണ്ട ഏറ്റവും വലിയ ചരിത്രമായി മാറുമെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമസ്കാരം. 22-ാം വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഒരാളെയാണ് ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത്. മജീഷ്യൻ ശ്രീറാമാണ്. അതായത് 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ മാജിക്കുകൾ അവതരിപ്പിച്ച ഒരു കലാകാരനാണ് അദ്ദേഹത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡായിരുന്നു. ഇപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കൈവരിച്ചിരിക്കുകയാണ്. അതായത് 1 മിനിറ്റിൽ എത്ര മാജിക്കുകൾ ചെയ്തു? ആക്ച്വലി 25 മാജിക്ക് ചെയ്താണ് ഇപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ സാധിച്ചത്. ഈ മത്സരത്തിൽ എത്ര രാജ്യങ്ങളുണ്ട്? ആക്ച്വലി ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിൽ 48 കൺട്രീസാണ് വരുന്നത്. സോ ഈ 48 കൺട്രീസിലും റെപ്രസെൻറ്റ് ചെയ്താണ് ഇന്ത്യ എന്ന് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്. 48 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ. ആക്ച്വലി ഇനി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ 48 കൺട്രീസിൽ നിന്ന് ഒരാൾ വരണം. ഇതിന് മുമ്പ് ഈ റെക്കോർഡ് വേറൊരാളുടെ പേരിലായിരുന്നു, ഇപ്പോൾ എൻ്റെ പേരിലായി. എവിടെ വെച്ചായിരുന്നു ഈ കോമ്പറ്റീഷൻ? ആക്ച്വലി കോമ്പറ്റീഷൻ ലൈവ് ആയിരുന്നു. എനിക്ക് പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഡൽഹിയിൽ നിന്നാണ് വന്നത്. സോ റെക്കോർഡ് ഡൽഹിയിൽ നിന്ന് അവരെനിക്ക് അയച്ചു തരാണ് ചെയ്തത്. എനിക്ക് ലൈവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് എനിക്ക് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എനിക്ക് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പകരം ഞാൻ ഇവിടുന്ന് ലൈവായിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ പഠിച്ച സ്കൂളിൽ നിന്നും ഈ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്താണ്? ആക്ച്വലി എൻ്റെ എല്ലാ പ്രതിസന്ധികളും ഞാൻ നേരിട്ടത് ഈ ഒരു സ്കൂളിൽ നിന്നാണ്. ഇവിടുത്തെ ചുമരുകൾക്ക് പോലും എന്നെ അറിയാം, ഈ ക്ലാസ് റൂമിന് എന്നെ അറിയാം, ഇവിടുത്തെ അധ്യാപകർക്ക് എന്നെ നല്ലോണം അറിയാം. സോ അതൊക്കെ മുൻകണ്ടാണ് ഞാൻ ഈ ഒരു സ്കൂളിൽ വെച്ച് തന്നെ ഈ ഒരു റിവീലിംഗ് സെറിമണി നടത്തണം എന്ന് ആഗ്രഹിച്ചത്. മുന്നിൽ വല്ല മധുരപ്രതികാരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മധുരപ്രതികാരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഞാൻ പഠിക്കാത്തതിൻ്റെ പേരിൽ, ഒരിക്കലും ഞാൻ വേറൊരാളെ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ പഠിക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടവരുണ്ട്. എന്നെ അതേപോലെ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കറിയാമായിരുന്നു നീ അന്ന് രക്ഷപ്പെടും എന്ന്. നമുക്ക് ഉറപ്പായിട്ടും നീ സെറ്റാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു പ്രതികാരമല്ല, മറിച്ച് എൻ്റെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഇവിടെ വെച്ച് ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ശ്രീറാം പഠിച്ച ക്ലാസ് റൂമിലാണ് നമ്മളിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഞാൻ ഈ ക്ലാസ് റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ഇതുവരെ ഈ ക്ലാസ് റൂമിനകത്ത് കയറിയിട്ടില്ല ഇതുവരെ. ഇന്നാണ് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അതിന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ മറുനാടൻ മലയാളിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. കാരണം ഇദ്ദേഹമാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് നമുക്ക് ക്ലാസ് റൂമിനകത്ത് വെച്ച് എടുത്താലോ എന്ന്. അതേപോലെ ഇതിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ആ എന്തോ ഒരു വൈബ്രേഷൻ, ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തു. സോ എന്തായാലും താങ്ക് യു സോ മച്ച് മറുനാടൻ മലയാളി. ക്ലാസ്സിൽ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നോ? ഒരിക്കലും അല്ല. നമ്മൾ സാധാരണ പറയും ഇപ്പോൾ പഠിക്കാത്ത കുട്ടികളെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയാറുണ്ട്. ഞാൻ ബാക്ക് ബെഞ്ചറും അല്ല, ഞാൻ സൈഡ് ബെഞ്ചറായിരുന്നു. ഓക്കെ, പഠിക്കാത്തതിനേക്കാളും പഠിക്കാത്ത കുട്ടി എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സൈഡ് ബെഞ്ചിലാണ് ഇരുന്നത്. അവിടെ വേറെ ആരും ഞാൻ ഇരുത്തിയിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങണം, ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണം, ഒറ്റയ്ക്ക് പഠിക്കണം, എല്ലാം ഒറ്റയ്ക്കായിരുന്നു. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ 22 വയസ്സായി. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്താണ്? ഉറപ്പായിട്ടും അടുത്ത ലക്ഷ്യം ഗിന്നസ് തന്നെയാണ്. നേരെ ഇപ്പോൾ 2 months ബാക്ക് തായ്ലൻഡിലായിരുന്നു. അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. എനിക്ക് ഒരാഴ്ച തായ്ലൻഡിൽ പ്രാക്ടീസിന് പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അതേപോലെ ഇനി അടുത്ത തവണ പോകുമ്പോഴും എനിക്ക് അതേപോലെ ഒരു 2.5 ലക്ഷം രൂപ വേണ്ടി വരും. ഇനി ഈ മൊത്തം ആക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 10 ലക്ഷമാണ് ഞാൻ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അത്രയും ഏകദേശമാവും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എത്രാമത്തെ അറ്റംപ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു 10 ലക്ഷം രൂപ അതിന് വേണ്ടിയുള്ള സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അത് കണ്ടുപിടിക്കണം.
സ്കൂൾ പിന്നെ അധ്യാപകരിൽ നിന്നുള്ള ഒരു പ്രതികരണം അതുകൂടാതെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് നിലവിൽ? ഉറപ്പായിട്ട് നല്ല സപ്പോർട്ടാണ്. ഞാൻ പറയട്ടെ, ഇത് 2 ദിവസം മുമ്പാണ് ഞാൻ സ്കൂളിൽ വെച്ച് ഈ ഒരു സെറിമണി നടത്തണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. ഞാൻ അപ്പം തന്നെ ഫാദറിൻ്റെ അടുത്ത് പറയുണ്ടായി, ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറയുണ്ടായി. അപ്പോൾ ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ അദ്ദേഹം അതിനുവേണ്ടി സമ്മതിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നമുക്ക് നടത്താം, നിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നടത്താം, നീ പറയുന്ന പോലെ നടത്താം എന്ന് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. സോ ഡെഫിനറ്റ്ലി ഞാനൊരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. ഈ സാർ എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും മറുത്ത് പറയാതെ അത് സമ്മതിച്ചതിന് വലിയൊരു നന്ദി എനിക്ക് പറയാനുണ്ട് ഇവിടുത്തെ പ്രിൻസിപ്പളിനോട്. 22 വയസ്സായി. എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ മാജിക്ക് പഠിക്കാൻ തുടങ്ങിയത്? ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 12 വയസ്സ്, 10 വർഷത്തോളമായി ഞാൻ മാജിക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട്. മാജിക് എന്ന ഫീൽഡിലോട്ട് വന്നിട്ട്. യെസ്. അപ്പോൾ ഇപ്പം നിലവിൽ മാജിക്കിൽ തന്നെ ഞാൻ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലോമ ഇൻ മാജിക് എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലെ മാജിക് എന്ന ഫീൽഡിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഡിപ്ലോമയ്ക്ക് കയറിയത്. നിലവിലിപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ തായ്ലൻഡിൽ പോയിട്ടാണെന്ന് തോന്നുന്നു പരിശീലനം, അല്ലേ? ഓക്കെ, അവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഉറപ്പായിട്ടും ആക്ച്വലി ഞാൻ തായ്ലൻഡിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്. സോ ആളൊരു സിംഗപ്പൂറുകാരനാണ്, സിംഗപ്പൂർ ആർമിയിലുള്ള സ്കൈ ഡൈവറാണ്. സോ ഹിസ് നെയിം ഇസ് ഡാനിയൽ. ഓക്കെ, ഡാനിയൽ എന്ന് പറയുന്ന ഒരു സ്കൈ ഡൈവറിനൊപ്പമാണ്. അയാളാണ് എൻ്റെ ഇൻസ്ട്രക്ടർ. സോ ആളെന്നെ ഒരുപാട് രീതിയിൽ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഗ്രൗണ്ട് ട്രെയിനിങ്ങും, മേളിൽ പോയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ മേളിൽ പോയിട്ട് എന്തൊക്കെ ആക്ഷൻസ് കാണിക്കണം, എക്സസൈസസും കാര്യങ്ങളും എല്ലാം. ഈവൻ എനിക്ക് ഫ്ലൈറ്റിൻ്റെ അകം വരെ ഇങ്ങനെയാണ് എന്നെനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരാളാണ് അദ്ദേഹം. സോ അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മോറോവർ ഭയങ്കര വലുതാണ്. എനിക്ക് ഇപ്പം അതിനെപ്പറ്റി പറയുമ്പോഴെനിക്ക് ഒരു അഡ്രിനാലിൻ റഷ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. യെസ്. ഈ മുകളിൽ നിന്നും ചാടുമ്പോൾ ഒരു അനുഭവം എന്താണ്? കാരണം വിമാനത്തിൽ നിന്നുമാണ് ചാടുന്നത്. ആക്ച്വലി വിമാനം എന്ന് പറയുന്നത് നമ്മുടെ കാറും ബൈക്കും പോലെ 60-ലും 70-ലും പോകുന്ന ഒരു വാഹനമല്ല. അത് മേ ബി 200-ലും 300-ലും പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചാടുന്നത്. അപ്പോൾ ഒന്നുമില്ല ബ്രോ, സിമ്പിളായിട്ട് പറയാം. ഒരു 50 കിലോ ഉള്ള കല്ല് താഴോട്ടെടുത്തിട്ടാൽ എങ്ങനെ പോകും? ഒരു ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്ന് താഴോട്ടിട്ടാൽ എങ്ങനെ പോകും? അതേ ഫോഴ്സിലായിരിക്കും നമ്മൾ താഴോട്ട് പോകുന്നത്. ഓക്കെ, അതും 50 കിലോ അല്ല. ഇപ്പോൾ എനിക്ക് 80 kg ഉണ്ട്. 80 kg എൻ്റെ കൂടെ ഉള്ള ആളുടെ 80 kg 160 kg ആയിരിക്കും ഒറ്റയടിക്ക് താഴോട്ട് പോകുന്നത്. പിന്നെ പാരച്യൂട്ടിൻ്റെ ഒരു 15 കിലോ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 100 കിലോയ്ക്ക് അടുത്ത് താഴോട്ടിട്ടാൽ എങ്ങനെയാണോ അതേ ഫോഴ്സിൽ നമ്മൾ താഴോട്ട് പോകും. സോ നമുക്ക് കണ്ണുപോലെ തുറക്കാനുള്ളൊരു അവസരം കിട്ടില്ല അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാജിക്ക് ചെയ്യണം എന്നുള്ളത് വലിയൊരു ടാസ്ക് പിടിച്ചൊരു സംഭവമാണ്. സോ അതിൻ്റെ പ്രാക്ടീസാണ് നടക്കുന്നത്. ഞാൻ ട്രയൽ ചെയ്തായിരുന്നു ഓൾറെഡി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിപ്സ് ഷെയർ ചെയ്ത് തരാം. സോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 2-3 മാജിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പാടുപിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഇനിയും പ്രാക്ടീസ് വേണം എന്നെനിക്ക് മനസ്സിലായി അത് ചെയ്തപ്പോൾ തന്നെ. മാജിക് ഫീൽഡിൽ താങ്കൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഡെഫിനറ്റ്ലി നമ്മുടെ ബിഗ് ബോസിലുള്ള അശ്വിൻ വിജയ്, മജീഷ്യനാണ്. ഹീ ഈസ് മോർ ഓവർ ലൈക്ക് മൈ ബ്രദർ. സോ ആളാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന ഐഡിയ എനിക്ക് പറഞ്ഞു തരുന്നത് പുള്ളിയാണ്. സോ അപ്പോൾ ഇനിയും ഡെഫിനറ്റ്ലി പുള്ളി എൻ്റെ കൂടെ സപ്പോർട്ടിന് കാണും, പുള്ളിക്കും സപ്പോർട്ടിന് ഞാൻ കാണും എന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉറപ്പുണ്ട് പണ്ട് തൊട്ട്. ഞങ്ങൾ എത്ര അടി ഉണ്ടാക്കിയാലും, ചെറിയ കാര്യങ്ങളിൽ അടി ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഞങ്ങൾ സെറ്റാവും. വീണ്ടും ഞങ്ങൾ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകും. ഞാനും പുള്ളിയും ഒരുമിച്ച് വർഷങ്ങളായിട്ട് ഷോ ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 6-7 വർഷത്തിന് പുറത്തായി ഞങ്ങൾ ഒരുമിച്ച് ഷോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു സംശയം ചോദിക്കുകയാണ്, ഈ വിമാനത്തിൽ നിന്നും ചാടി ഇതേ പാറ്റേണിലാണ് 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യാൻ മാജിക് ചെയ്യാനാണോ, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി വിമാനത്തിൽ നമ്മൾ താഴെ എത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു 15 മിനിറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1 മിനിറ്റിൽ പോസിബിൾ അല്ല. കാരണം ആദ്യത്തെ ഫ്രീ ഫോൾ എന്ന് പറയുന്ന 1 മിനിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ പാരച്യൂട്ട് ഇല്ലാതെ താഴോട്ട് ചാടുന്നത് 1 മിനിറ്റ് ആയിരിക്കും. ആ 1 മിനിറ്റിൽ നമ്മുടെ ദേഹത്തോട്ട് അടിക്കുന്ന കാറ്റെന്ന് പറയുന്നത് 220 തൊട്ട് 250 കിലോമീറ്റർ സ്പീഡിലായിരിക്കും കാറ്റടിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ 1, 2, 3 മാജിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരും. ഒരിക്കലും നമുക്ക് 1 മിനിറ്റിൽ ഇത്ര മാജിക്ക് ചെയ്യാൻ പോസിബിൾ അല്ല. സോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ ഫ്രീ ഫോളിലൊരു 3 മാജിക്കും അത് കഴിഞ്ഞ് പാരച്യൂട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള മാജിക്കുകൾ ടോട്ടൽ അങ്ങനെ എനിക്ക് 13 മാജിക്കാണ് ചെയ്യേണ്ടത്. ബാക്കി 10 മാജിക്ക് പാരച്യൂട്ട് വന്നതിന് ശേഷം ചെയ്യാനുള്ള പ്ലാനാണ്. സോ ഇതിന് മുമ്പ് ഈ ഒരു റെക്കോർഡ് എടുത്തിരിക്കുന്നത് UK ഉള്ളൊരു മജീഷ്യനാണ്, മാർട്ടിൻ റീസ് എന്ന് പറയുന്ന ഒരാളാണ്. സോ ആൾ 12 മാജിക്കാണ് ചെയ്തത്. അതും 7 വർഷത്തിന് മുമ്പാണ് ഈ ഒരു അറ്റംപ്റ്റ് നടന്നത്. ആൾക്ക് റെക്കോർഡ് കിട്ടിയത്. ഇനി വരാൻ പോകുന്നത് ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി അത് ലോകം കണ്ട ഏറ്റവും വലിയ ചരിത്രമായി മാറുമെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീറാമിൻ്റെ ക്ലാസ്സാറായിരുന്ന ഷിജുമാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീറാം എങ്ങനെയായിരുന്നു പഠിക്കുന്ന കാലത്ത്?
ശ്രീറാം പഠിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പഠിത്തത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പഠിത്തത്തെക്കാൾ ഉപരി അവൻ അന്നും ഇന്നത്തെ പോലെ തന്നെ മാജിക് ആയിരുന്നു ക്രേസ്. ക്ലാസ്സിൽ വന്നാൽ തന്നെയും ഓരോ സമയത്ത് ഓരോരോ ചെറിയ ട്രിക്കുകൾ, മാജിക് ട്രിക്കുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ തന്നെ ചെറിയ ചെറിയ ട്രിക്കുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പിന്നെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നമ്മളെ തന്നെ ചെറുത് കാണിച്ച്, സാറേ ഇതിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ, പിന്നെ കൈ ഇങ്ങനെ മടക്കി വെക്കണം, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ അതിനെ കളിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് അന്ന് തൊട്ട് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രാത്രിയിലൊക്കെയുള്ള പഠിത്തത്തിൻ്റെയൊക്കെ ആയിരിക്കാം ഈ മാജിക്ക് പഠിക്കാനൊക്കെ പോയിട്ട്, അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ രാത്രി ആവുന്നതായിരിക്കും. പിറ്റേന്നൊക്കെ രാവിലെ ചിലപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടി വരും. വിളിക്കുമ്പോൾ പറയും, ഫോണിൽ വിളിക്കും. വീട്ടിൽ വിളിക്കുമായിരുന്നു. വീട്ടിൽ വിളിക്കുമ്പോൾ അവിടെ നിന്ന് പറയും, ഞാനാണെങ്കിൽ സാറ് ഉറങ്ങുക ഇന്ന് വരുന്നില്ല. പിന്നെ പറയും സാറുള്ള ഇത്തിരി താമസിച്ചാലും വരാനൊക്കെ പറയുമ്പം സാറ് നാളെ വരാമെന്ന് പറഞ്ഞേച്ച് പിന്നെ പിറ്റേന്ന് വരും. അങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നെ മാജിക് അന്നേ പാഷനായിരുന്നു. ശ്രീറാം എത്രയും വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്, എന്താണ് തോന്നുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആദ്യം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി. അതിന് ശേഷമാണ് ഇപ്പം പെട്ടെന്നാണ് അറിഞ്ഞത് ഇതേപോലൊരു സംഭവം ഉണ്ടായെന്നുള്ളത്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ സ്കൂളിലൂടെ വെച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ശരിക്കും ഞെട്ടിച്ചു. കാരണം അറിയാം ഈ പാഷൻ അതേപോലെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നു. അന്ന് തന്നെ ആ സമയം തന്നെയും അതുപോലെ പരിശ്രമിക്കുന്ന ആളായിരുന്നു. പ്രത്യേകിച്ച് ഈ മാജിക് കാര്യത്തിന്, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. ഓക്കെ, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ചിരിയാണ് മാഷിന്. ഫാദർ, ശ്രീറാം ഏറ്റവും വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്, എന്താണ് തോന്നുന്നത്? ഏറെ അഭിമാനം തോന്നുന്നു ശ്രീറാമിനെ കുറിച്ച് പറയുമ്പോൾ. ശ്രീറാം ഇവിടെ പഠിച്ച 2018-20 വർഷത്തിലാണ്. ആ സമയത്ത് പഠിക്കുന്ന കാര്യത്തിൽ ചോദിച്ചാൽ വലിയ മികച്ച ആളൊന്നുമല്ല, ഇച്ചിരി ഉഴപ്പിനൊക്കെ ആയിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലൊരു വലിയ സ്പാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഈ മാജിക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിനകത്ത് ഉഴപ്പിനാണ് വഴക്ക് പറഞ്ഞു നന്നായിട്ട്, ഈ പേരൻസൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മാജിക് അവനൊരു ഹരമായിട്ടുണ്ട് നടന്നിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് അവനോട് തോന്നുന്ന സ്നേഹം, അവൻ അധ്യാപകരോടൊരു ഭയങ്കര ബഹുമാനവും ഇഷ്ടവും. നമ്മളൊരു വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ അവൻ എടുക്കുന്ന ഒരു പോസിറ്റീവ് സെൻസിലാണ്. ഇപ്പോൾ അവൻ്റെ ഫാദർ, അമ്മ പറഞ്ഞിരുന്നു അവൻ ആരും അസൂയയില്ല, ആ സത്യമാണ്. ഇപ്പോൾ ആരെങ്കിലെക്കുറിച്ച് വലിയ കാര്യം പറയണം, അവനെ പറയും അതിനെന്തുവാ അവർ ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എൻ്റെ വഴിയാണ്. അപ്പം അങ്ങനെ ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അവനിപ്പോൾ ഈ മാജിക്കിൻ്റെ ലോകത്ത് ഇന്ത്യ, അതോടൊപ്പം തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേറിയപ്പോൾ മാതൃവിദ്യാലയത്തിൽ എന്ന നിലയിൽ പ്രത്യേകിച്ച് അവനെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നേരിട്ട്. ആ സമയത്ത് ഒത്തിരി അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടണമെന്ന്. നമ്മളത് ആഗ്രഹിക്കുന്നു. അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, അങ്ങനെ നേടി വന്നാൽ ഈ മെയിൻ ഗേറ്റിൽ നിന്ന് അവൻ ആഘോഷമായൊരു സ്വീകരണം കൊടുക്കുമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ചോദ്യം കൂടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിനു മുൻപ് പഠനകാലത്ത് ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കുന്ന അനുഭവവും, അതുകൂടാതെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഉറപ്പായിട്ടും ബ്രോ, എന്നെ പുറത്താക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു ഇവിടെ. ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഷോസിലായിരുന്നു. ഓക്കെ, ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും രാവിലെ എനിക്കും ഷോയ്ക്ക് പോകും, വരുന്ന അടുത്ത ദിവസം രാവിലെ ആയിരിക്കും. അപ്പോൾ സ്കൂളിലോട്ട് വരാനുള്ള ആ ഒരു ടൈം എനിക്ക് കിട്ടാറില്ല. ഞാൻ പിന്നെ ഉറക്കമായിരിക്കും. എന്നെ വിളിച്ചുണർത്തുന്നത് ഇവിടുത്തെ സാറാണ്. സാറ് ക്ലാസ്സിലിരുന്നിട്ട് എന്നെ വിളിക്കും, മോനെ നീ വരുന്നില്ലേ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. ഞാൻ ഒരിക്കലും അത് ക്രെഡിറ്റ് ആയിട്ടല്ല പറയുന്നത്, എൻ്റെ ജീവിതത്തിലൊരു അനുഭവം മാത്രമാണത്. എന്നെ രാവിലെ ആകുമ്പോൾ സാറ് വിളിക്കും. സാറാണ് എൻ്റെ അലാറം, സത്യം പറയുകയാണെങ്കിൽ. സാറ് വിളിക്കും, ഞാൻ എണീക്കും, സാറ് നിർബന്ധിക്കും, ഞാൻ വരും. സാറിൻ്റെ പേര് ഷിജു എന്നാണ്. മോറോവർ ഇപ്പോൾ സാറിനെന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് സാറെന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ കൂടെ ആയിരിക്കും, എൻ്റെ കൂടെ വന്നിരിക്കും സാറ്, എൻ്റെ തോളിൽ കൈയിട്ടിരിക്കും, എൻ്റെ കൂടെ ഫുഡ് കഴിക്കും. സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് മേടിച്ച് തരും. ഇതൊക്കെയാണ് ഇവിടെ നടക്കാറ് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് എന്നെ മിക്കപ്പോഴും ഇറക്കി വിടാറുണ്ട്. വരുന്നതാകെ ആഴ്ചയിൽ 1-2 ദിവസങ്ങളായിരിക്കും, ബാക്കി ഷോസായിട്ട് പോകാറുണ്ട്. അപ്പോൾ വരുന്ന 1-2 ദിവസം ഞാൻ പുറത്തായിരിക്കും സ്വാഭാവികമായിട്ട്. എന്തായാലും മജീഷ്യൻ ശ്രീറാമിന് അടുത്തത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കണം എന്നതാണ് ആഗ്രഹം. അതെന്തായാലും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം. സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ ചിന്തകളാകും, ചിന്തകൾ യാഥാർത്ഥ്യമാകും. നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം. ഇത് APJ അബ്ദുൽ കലാം സാറിന്റെ മനോഹരമായ വാക്കുകളാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, മജീഷ്യൻ ശ്രീറാം.